ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിതാ കുറച്ച് കൂവക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂവക്കിഴങ്ങ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഉപയോഗവും ഇതൊക്കെ അറിയാമല്ലോ അല്ലേ, അധികം ആൾക്കാർക്കും അറിയും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഒരു താത്ത കൃഷി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു 2 കിലോനാണ് കേട്ടോ ഇത്. 1 കിലോ മതി എന്ന് പറഞ്ഞു. അപ്പോൾ താത്ത എന്നോട് 1 കിലോ കൊണ്ട് എനിക്കൊന്നും ഉണ്ടാവില്ല, 2 കിലോ കൊണ്ടേക്ക് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും ഇതൊന്ന് തോലൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് പൊടിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ആയുർവേദിക് മെഡിസിൻ പോലെ തന്നെയാണ് ഇട്ടതും. ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് മൂത്രപ്പഴുപ്പിന് മൂത്രച്ചൂടിനൊക്കെ തണുപ്പാണ് ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ്. നമുക്ക് എന്തായാലും ഇത് അത്യാവശ്യമാണ് കേട്ടോ. ഞാൻ കടയിൽ നിന്നൊന്നും പൊടി വാങ്ങാതെ ഇങ്ങനെ കഴിച്ചു കൂട്ടിയിരുന്നു. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ സംഭവം ഇത് കിട്ടിയത് കേട്ടോ, കൂവക്കിഴങ്ങ്. അപ്പോൾ താത്താനത്ത് കുറേ ഉണ്ട് കേട്ടോ. അവർ ഇങ്ങനെ പുറത്തേക്കൊക്കെ 10-20 കിലോ അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും അടുത്ത വർഷം അവർ ഇതുപോലെ കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് തരും കേട്ടോ, അല്ല അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനെന്തായാലും എനിക്ക് അധികമൊന്നും വേണ്ട, എനിക്കൊരു 2 കിലോൻ്റെ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിതാ തോല് കളഞ്ഞ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ. കുറച്ചേരായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇനി നമുക്കതൊന്ന് അതിൻ്റെ ചളിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ചളി അധികമൊന്നുമില്ല, തോല് കളഞ്ഞപ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് നല്ല ഗ്ലേസിങ്ങോടുകൂടിയുള്ളൊരു കിഴങ്ങാട്ട്. നമ്മൾ തോല് കളയുമ്പോൾ നല്ല തിളങ്ങണ ഒരു സംഭവമാണ്. ചളിയൊന്നും അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതൊക്കെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ, നല്ലോണം കഴുകിയിട്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരക്കണം. അരച്ച് ഉണക്കി ഒന്ന് പിഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിത് പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിനി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പൊടി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എന്തായാലും അതിൽ കൃത്രിമം എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടുണ്ടാവും കേട്ടോ. നമുക്കിങ്ങനെ റിയലായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇത് വേറെ തന്നെയാണ്. പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങണ പൊടിയിൽ എന്തായാലും വേറെ ചിലപ്പോൾ അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടി എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് മനസ്സോടെ തൃപ്തിയിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് അധികം ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖം, ചൂടും അങ്ങനത്തെ ഒക്കെ സംഭവമൊക്കെ നല്ല മരുന്നാണ് കേട്ടോ അത്. അപ്പോൾ ചിലവർക്ക് ഇതിൻ്റെ ചുവയൊന്നും ഇഷ്ടമുണ്ടാവില്ല, എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അധികം. പക്ഷെ എന്നാലും നമുക്കൊരു അസുഖത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ അത് വെള്ളമാക്കി കഴിക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ തിരുവാതിരക്കൊക്കെ ഇങ്ങനെ എല്ലാവരും കൂവ വിരകണ കണ്ടിട്ടില്ല, നല്ല ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് വിരകി അങ്ങനെയും കഴിക്കുക. അതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുക, നല്ല പാലും ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ജ്യൂസ് ഉണ്ടാക്കുക കേട്ടോ ഇത് സംഭവം. അങ്ങനെയൊക്കെ ഓരോ ഐറ്റംസ് ആക്കി കഴിക്കാം, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എത്തിക്കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ചെറിയ കഷ്ണങ്ങളാക്കി ഇതാട്ടോ മുറിച്ചിട്ട് നല്ലോണം ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരക്കണമെങ്കിൽ നല്ല മിക്സിയൊക്കെ അങ്ങോട്ട് ആകെ ചൂടാവട്ടോ. കുറേ അരക്കാണ്ടാകുമ്പോൾ നമുക്ക് ഗ്രൈൻഡർ ഉപയോഗിക്കണം, മിക്സിയിലൊന്നും അരച്ചാൽ ശരിയാവില്ല കേട്ടോ. അത് മിക്സിയൊക്കെ നല്ല ചൂടായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗ്രൈൻഡർ ഉള്ളവരാണെങ്കിൽ ഒന്നിച്ചിട്ട് അരക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതാട്ടോ മിക്സിയിൽ, നമ്മളവിടെ ഗ്രൈൻഡറൊന്നുമില്ല, അപ്പോൾ നമ്മൾ മിക്സിയിൽ തന്നെ അങ്ങോട്ട് അരച്ചെടുത്തിട്ട്. അപ്പോൾ ഒരു വട്ടം ഇട്ടത് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ നിർത്തിയിട്ടാണ് അരക്കണം. അപ്പോൾ അത് ഒരു ചണ്ടി പോലത്തെ രൂപത്തിൽ. അപ്പോൾ അത് കറങ്ങാൻ കുറച്ച് പ്രയാസമാണ്. അത് കറങ്ങി അരഞ്ഞ് കിട്ടുമ്പോഴത്തേനും കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാതും കൊണ്ട് അരച്ച് എടുത്തിരിക്കണം കേട്ടോ. അതിൽ ഒരു 2 പാത്രമുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ അരച്ചിരിക്കുന്നത്. വെള്ളമില്ലാതെ അരയ്ക്കാൻ കഴിയില്ല, അതങ്ങനെ ചണ്ടി കിടന്നിങ്ങനെ കറങ്ങണം. അപ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുത്തിരിക്കണം. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെള്ളം എടുത്തിട്ട് നമുക്കത് അരിപ്പയിൽ ഇങ്ങനെ ഇട്ടിട്ട് ആ മാവൊന്ന് കലക്കിയെടുക്കണം. എന്നിട്ട് ചണ്ടി മാത്രം വേറെ കിട്ടും കേട്ടോ. അതിൻ്റെ പെട്ടെന്നുണ്ട് കേട്ടോ, അരിച്ചിങ്ങനെ കലങ്ങുമ്പോഴൊക്കെ നല്ല ശരിക്കും അടിപൊളിയായിട്ട് അരയും ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ശരിക്കും കിട്ടും. ഞാൻ നല്ലോണം വെള്ളം എടുത്തിരിക്കണം കേട്ടോ, കുറച്ചൊന്നുമല്ല, കുറച്ച് വെള്ളം കൂടുതലാണ് വേണത്ര കേട്ടോ അതിനിങ്ങനെ നമ്മൾ അരിക്കുമ്പോൾ. അപ്പോഴേ ആ മാവ് ഫുള്ള് അതിൽ കലങ്ങിയിട്ടുള്ളൂ. കുറച്ച് വെള്ളത്തിലാകുമ്പോൾ നമ്മൾ ഒരു 2 വട്ടം ട്രിപ്പ് അരിക്കുമ്പോഴത്തേനും ആ മാവ് കലങ്ങിയ വെള്ളമാവില്ല. അപ്പോൾ ആ കലക്കൽ തന്നെ നമ്മളിതിങ്ങനെ അരിച്ചുമ്പോൾ അതങ്ങോട്ട് ക്ലിയർ ആയിട്ട് മാവ് ശരിക്കായിട്ട് കിട്ടും കേട്ടോ. ഇത് കണ്ടില്ല, ചണ്ടിയൊക്കെ നല്ല
കറക്റ്റായിട്ട് ഒരു പൊട്ടി തരി മാവ് പോലും ഇല്ലാതെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഊറാൻ വെക്കണമല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ ഊറാൻ ഒരു ബക്കറ്റിലാണ് കേട്ടോ വെക്കണത്. അതിപ്പോൾ തന്നെ അടിയിൽ ഇതുണ്ട് മാവൊക്കെ ഇങ്ങനെ സെറ്റായി ഊറി നിൽക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നല്ലൊരു തോർത്തുമുണ്ട് വേണം കേട്ടോ. അല്ല ഞാനിപ്പം നമ്മളൊക്കെ ഉപയോഗിച്ച തോർത്തായിരുന്നു. അപ്പോൾ ഞാൻ മോനെ പറഞ്ഞിട്ട് വേഗം ഒരു മുണ്ടൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇതാട്ടോ. ഇനി നമുക്ക് ഇതിലിങ്ങോട്ട് ഒഴിച്ചരിക്കുക. ഇനിയും ഒരു ചണ്ടിയും ഉണ്ടാകും കേട്ടോ. ഇത് അരിക്കുമ്പോൾ ഒരു ചണ്ടിയും കൂടെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത് ഈ തോർത്തിൽ അരിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കുറച്ച് ദിവസം അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി അങ്ങനെ സെറ്റാക്കി എടുക്കുക. അപ്പോൾ നല്ല പണി തന്നെയാണ് കേട്ടോ. നമുക്ക് വാങ്ങുമ്പോൾ ഇതിൻ്റെ പരിപാടികൾ ചെയ്യുന്നത് ഒന്നും അറിയില്ല. വാങ്ങണത് നല്ല സുഖമാണ് കേട്ടോ. എല്ലാവരും ഇപ്പോൾ വാങ്ങി കഴിക്കുക. ഇതിനൊന്നും ഇപ്പോൾ ആരും മെനക്കില്ല. പണ്ടൊക്കെ എല്ലാ പേരുകളും ഇവരൊക്കെ കിഴങ്ങ് പുഴുങ്ങലും കഴിക്കലും അതുപോലെ പൊടി ഉണ്ടാക്കും, അരച്ചിട്ട് ഇങ്ങനെ അരച്ച് കലക്കി അവർ അപ്പം തന്നെ വിരകും ശർക്കര തേങ്ങ അങ്ങനെയൊക്കെ ചെയ്തിരുന്നല്ലോ. ഇപ്പോഴത്തെ ആർക്കും അങ്ങനെ അതിന് മെനക്കെടാനൊന്നും വയ്യല്ലോ. നമ്മളെന്തായാലും നമ്മൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പൊടി കഴിക്കാലോ എഴുതിയിട്ട് ഞാൻ എന്തായാലും ഇന്നത്തെ ദിവസം അതിനായിട്ട് മെനക്കെട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത് അരിച്ചപ്പോൾ കിട്ടിയ ചണ്ടി കേട്ടോ. അപ്പോൾ അതിൽ ഒന്നുമില്ല, ഞാൻ വെള്ളം ഒഴിച്ച് കലക്കിയപ്പോൾ പൊടിയൊന്നുമില്ല. ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് ഊറാൻ വെക്കാം കേട്ടോ. ബക്കറ്റിൽ അടിച്ചിട്ട് ഇളകാതൊരു ഭാഗത്ത് കൊണ്ടുവയ്ക്കാം. അത് ഊറി കിട്ടുമ്പോഴത്തേനും കുറച്ച് സമയം ആകും കേട്ടോ. ഇനി എന്തായാലും ഇതാ ഞാൻ കുറച്ച് വെള്ളം ആദ്യം ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി ഇതാട്ടോ മെല്ലെ ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ മേലെ എന്താ അറിയില്ല ഒരു എണ്ണമയം പോലെ അങ്ങനെ പാറി നിൽക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇതാ ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് അടിയത്തെ മാവ് ഇതാ 2 കിലോ നമ്മൾ കിട്ടിയിട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ആയിക്കണം. നല്ല മാവ് ഒരു തുള്ളി വെള്ളമല്ല കേട്ടോ. അതിൽ വെള്ളമൊക്കെ ഊറി നല്ല മാവ് ഇങ്ങനെ അടർത്തി എടുക്കാൻ തന്നെ ഒരു പ്രയാസമുണ്ട്. നല്ല കട്ടിയിൽ ബക്കറ്റിൻ്റെ അടിയിലേക്കൊരു കുറച്ച് മാവുള്ള കയറി വന്നൊരു ഉണങ്ങി ഇതാകുമ്പോഴത്തേനും ചിലപ്പോൾ 1 കിലോന് ഉണ്ടെങ്കിൽ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ആകെ 1 കിലോ മതിയെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ താത്ത പറഞ്ഞത് എന്തായാലും നന്നായി 1 കിലോനെ കൊണ്ടൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല കേട്ടോ. മെനക്കെടൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഇവിടെ ഉറക്കാൻ സൗകര്യമില്ല. നമ്മൾ പെരൻ്റെ മേലെ അവിടെ തറവാട്ടിൽ പോയിട്ട് അവിടുന്ന് പെരൻ്റെ മേലെ നല്ല വെയിലുണ്ടല്ലോ. അപ്പോൾ രാവിലെ ഞാൻ കൊണ്ടുവച്ചങ്ങാണ്ട് പിന്നെ നമ്മൾ എടുക്കാൻ പോയത് ഉച്ചക്കാണ് കേട്ടോ എടുക്കാൻ പോയത്. അപ്പോൾ എന്തായാലും ഇതാ പുട്ടുപൊടി പോലെ ഉണ്ട്. പുട്ട് ഇടാൻ പറ്റിയ പാകത്തിന് ഇതാട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ടയൊക്കെ ഉടച്ച് ഒന്ന് നിരത്തി നമുക്ക് ഉണങ്ങി പൊടി എടുത്തോണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ കൂട്ടിലെ നമ്മളിതാ അടിപൊളി നല്ല പെർഫെക്റ്റ് കൂവപ്പൊടിയായിട്ട് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ ഇതുവരെ ജനിച്ചിട്ട് ഇതുവരെ ഇങ്ങനെ കൂവപ്പൊടി ഉണ്ടാക്കിയിട്ടില്ല, വാങ്ങിക്കാറാണ് ഇപ്പോൾ കടയിൽ നിന്നൊക്കെ. ഇപ്പം നമ്മളിതാ അടിപൊളി കൂവപ്പൊടി 1 കിലോന് ഉണ്ടാവും തോന്നുന്നു. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ പൊടിക്ക്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ കുപ്പിയിലങ്ങോട്ട് ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഭരണി പൊട്ടുന്ന കുപ്പിയൊന്നും ഇല്ല കേട്ടോ എൻ്റെ അടുത്ത്. ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ തന്നെ ഉള്ളൂ. പൊട്ടുന്ന കുപ്പിയാവും ഒന്നുകൂടി നല്ലത്. പക്ഷെ നമ്മളെ അടുത്ത് പൊട്ടുന്ന കുപ്പി അധികം നിലനിൽക്കില്ല. എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും ചാടി പൊട്ടി പോകട്ടെ. അതുകൊണ്ട് എനിക്കിപ്പോൾ പൊട്ടുന്ന കുപ്പിയൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര പേടികളാണ്. അപ്പോൾ നമ്മളെ കൂവപ്പൊടി സെറ്റാക്കി നമ്മളിതാ ഡബ്ബയിലിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, നാളെ കാണാം.